ദില്ലി പോലീസ് ലാത്തി ഒന്നെടുത്ത് വീശിയപ്പോൾ പാറ്റകൾ 4 ഭാഗത്തേക്ക് പറന്നുപോയി. ജന്തർ മന്ദിറിൽ ഇന്ന് കണ്ട കാഴ്ച ഇതാണ്. കഴിഞ്ഞ 20 ദിവസമായി ജന്തർ മന്ദിറിൽ പാർട്ടി സമരം നടത്തുകയാണ്. സമരത്തിന് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായി എവിടെ നിന്നൊക്കെയോ കുറേ ആളുകളെ സംഘടിപ്പിച്ച് ഇന്ന് പാർലമെൻറ്റ് തുടങ്ങുന്ന ദിവസം ചലോ സൻസദ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് മാർച്ച് നടത്തുക, വലിയ അക്രമം നടത്തുക, ഇതായിരുന്നു CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രഖ്യാപിത നയം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പ്രസംഗിച്ചത് അങ്ങനെയാണ്. പലരും വന്ന് പ്രസംഗിച്ചു, ഇനി നമ്മൾ ഗാന്ധിയുടെ മാർഗമല്ല സ്വീകരിക്കേണ്ടത്, അഹിംസ എടുത്ത് കളയണം, പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യണം, വയലൻസ് വേണം എന്നൊക്കെ പറഞ്ഞു. ചില ആളുകൾ വന്നിട്ട് മുസ്ലിം തൊപ്പിയൊക്കെ വെച്ച ചില ആളുകൾ വന്നിട്ട് പ്രസംഗിക്കുന്നു. എന്താണെന്നറിയാമോ? നരേന്ദ്രമോദിയുടെ അമ്മയെയും അമിത്ഷായുടെ അമ്മയെയും ഭാര്യയും ഒക്കെ ചീത്ത പറഞ്ഞ് പ്രസംഗിക്കുന്നു. അങ്ങനെ സമരത്തെ വല്ലാത്തൊരു മോഡിലേക്ക് മാറ്റാൻ പാറ്റകൾ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 20 ദിവസമായിട്ട് ഈ സമരം നടത്തിയിട്ട് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നില്ല. കേരളത്തിലെ ചില മാപ്പറകൾ അവിടെ തമ്പടിച്ചിരുന്നു. അവരല്ലാതെ ആരും വാർത്ത കൊടുക്കാനില്ലായിരുന്നു. അവസാനം പോയി. ഒടുവിൽ ഈ സമരത്തിൽ പങ്കെടുത്താൽ രാത്രിയിൽ ചുംബനം നടത്താൻ അവസരം കിട്ടുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. പിന്നെ 5 നേരം സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു. പട്ടിണി കിടക്കുന്ന സോനം വാങ്ചുക്കിൻ്റെ മുന്നിലിരുന്ന് ഇവന്മാർ ബിരിയാണിയും കുഴിമന്തിയൊക്കെ തിന്ന് ആ മനുഷ്യൻ പരവശനായി സ്വന്തം വക്കീലിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഡൽഹി ഹൈക്കോടതി പോയി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് സോനം വാങ്ചുക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വീണ്ടും ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, അതെ, അതിനിപ്പോൾ എന്താ കുഴപ്പം, അയാളെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ഞങ്ങൾ പറഞ്ഞതാണ്. ആ വാർത്ത ഇന്ന് മലയാള മനോരമ കൊടുത്തിരിക്കുന്ന രീതി കാണണം. തലക്കെട്ടൊക്കെ കണ്ടാൽ സർക്കാരിന് എന്തോ വലിയ തിരിച്ചടി, കോടതി ഇടപെട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ വാർത്തയ്ക്ക് അത് മുഴുവൻ പറയുന്നത് അയാളെ പൊക്കിക്കൊണ്ടുപോയെങ്കിൽ എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, അത് ആവശ്യമായിരുന്നു എന്നാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്. പിന്നെ അതിൻ്റെ കുറേ വാദങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് ഇന്ന് വാർത്ത കൊടുത്തിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇന്ന് ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസിന് താല്പര്യമുണ്ട്, ഇന്ത്യ മുന്നണിക്ക് താല്പര്യമുണ്ട്, പാർലമെൻറ്റ് തുടങ്ങുകയാണ്, അതിന് തൊട്ട് മുമ്പ് അവിടെ കുറേ ആളുകൾ വരണം. ഇവർ കോൺഗ്രസ് പാർട്ടിയും അവരുമായി ബന്ധപ്പെട്ട മറ്റു പാർട്ടികളുമൊക്കെ കുറേ ആളുകളെ സപ്ലൈ ചെയ്ത് ഇന്ന് ജന്തർ മന്ദറിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് സൻസദ് മാർച്ച് നടത്താൻ ഏതാനും ആയിരങ്ങൾ പങ്കെടുത്തു. ഒരു സംശയവുമില്ല, ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് അങ്ങോട്ട് എത്തുന്നതിനെ വളരെ ഫലപ്രദമായി ദില്ലി പോലീസ് തടഞ്ഞു. കഴിഞ്ഞ ദിവസം കൃത്യമായി അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, നിർദ്ദേശം കൊടുത്തിരുന്നു എന്തൊക്കെ ചെയ്യണമെന്ന്. അതനുസരിച്ചുള്ള വളരെ സുസജ്ജമായ കമാൻഡോ ഓപ്പറേഷൻ പോലെയുള്ള ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് സോനം വാങ്ചുക്കിനെ ഒരൊറ്റ മാധ്യമത്തിന് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ കിട്ടാത്ത തരത്തിൽ വെള്ള തുണി കൊണ്ട് തിരശീല പിടിച്ച് അതിവിദഗ്ധമായ ഒരു കമാൻഡോ ഓപ്പറേഷൻ പോലെ പൊക്കിക്കൊണ്ടുപോയി ആശുപത്രിയിലാക്കി. അത്യാവശ്യം വെള്ളവും മറ്റ് ലവണങ്ങളുമൊക്കെ അയാളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നുണ്ട്. ചാവില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ പ്രവർത്തനങ്ങൾ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് സർക്കാർ UPA ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ആരോപണങ്ങൾ ഉയർന്നതാണ്. അതുമാത്രമല്ല, ഇയാൾക്ക് ചൈനയിൽ നിന്ന് ധനസഹായം കിട്ടുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ FCRA ലൈസൻസ് റദ്ദാക്കിയത് കേന്ദ്ര സർക്കാരാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിനെതിരെ കിട്ടുന്ന അവസരമെല്ലാം വിനിയോഗിക്കാൻ വേണ്ടി ലഡാക്കിൽ നിന്ന് വണ്ടി പിടിച്ച് വന്ന് പട്ടിണി കിടന്ന ഇയാൾ ഇപ്പോൾ ആശുപത്രിയിലാണ്. ഈ സമരം ഞാനെങ്ങാനും ചത്തുപോയാൽ ഞാൻ പ്രേതമായിട്ട് വന്ന് പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞൊരു കുറിപ്പൊക്കെ എഴുതി ഭാര്യ വഴി പുറത്തു വിട്ടിരുന്നു. ഏതായാലും ഈ പാറ്റാ സമരം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ആളുകളൊക്കെ ഈ വെയിൽ കൊള്ളാത്ത, ചൂടറിയാത്ത, ശരീരം അനങ്ങാത്ത ശീലമുള്ളവരാണ്. ഡൽഹി പോലീസിൻ്റെ ലാത്തി ഒന്നെടുത്ത് വീശിയപ്പോൾ ഇവർ പ്രാണനും കൊണ്ട് ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. 2ഇടത്താണ് ഡൽഹി പോലീസ് ലാത്തി വീശിയത്. ഒന്ന് ജന്തർ മന്ദിറിലും 2 മാണ്ഡി ഹൗസ് മെട്രോ സ്റ്റേഷനടുത്തും. ഏതാണ്ട് 1000-ലേറെ ആളുകൾ വന്നു. ഇന്ന് 5 മെട്രോ സ്റ്റേഷനുകൾ പോലീസ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അവിടെ സ്റ്റോപ്പ് അനുവദിച്ചിരുന്നില്ല. അതുമാത്രമല്ല, 5000 പോലീസുകാരെ, ശ്രദ്ധിക്കണം, 5000 പോലീസുകാരെയാണ് ഇന്ന് ഡൽഹി പോലീസ് ജന്തർ മന്ദർ ഭാഗത്ത് വിന്യസിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ജലപീരങ്കി അടക്കമുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരുന്നു. അഭിജിത് ദീപ് അമേരിക്കയിൽ വന്ന ആദ്യത്തെ ദിവസം നമ്മൾ കണ്ടതാണ്. വെയിൽ കൊണ്ടപ്പോഴേ ആശാൻ വാടി തളർന്ന് ചേമ്പന്താള് പോലെ വാടിത്തളർന്ന് AC മുറിയിലേക്ക് ഓടിയത്. തുടക്കം മുതൽ അവർ കരുതിയത് ദീപ് വിമാനത്താവളത്തിൽ വന്നിറങ്ങി ഉടൻ അന്ന് തന്നെ സമരം നടത്തും എന്ന് പറഞ്ഞാൽ പോലീസ് അനുമതി കൊടുക്കില്ല എന്ന് കരുതിയിരുന്നു. പോലീസ് 7 ദിവസം മുമ്പ്
അനുമതി പത്രം നൽകിയിരിക്കണം, അപേക്ഷ നൽകിയിരിക്കണം എന്നുള്ള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോൾ നടത്തിക്കോ എന്ന് പറഞ്ഞു. അതോടുകൂടി തുടക്കത്തിലെ ഫ്യൂസ് ഊരി വിട്ടു അമിത്ഷാ. ആ സമരമാണ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നത്. ഈ പാറ്റകൾക്ക് പറ്റിയ അബദ്ധം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നീറ്റ് പരീക്ഷയുടെ പേരിലാണല്ലോ ഇവർ ഈ സമരം തുടങ്ങിയത്. നീറ്റ് പരീക്ഷ ഒരുപാട് പേരെ, ലക്ഷക്കണക്കിന് ആളുകളെ, ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിച്ച പ്രശ്നം തന്നെയാണ്. പക്ഷേ അത് പരീക്ഷ നടന്നു, പരീക്ഷ പേപ്പർ ചോദ്യപേപ്പർ ചോർന്നു, പരീക്ഷ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ആ സമയത്ത് കുട്ടികൾ സമരത്തിന് വരൂ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയും വരത്തില്ല. അടുത്ത ഡേറ്റിൽ പരീക്ഷ എഴുതി പാസ്സാവാൻ വേണ്ടി അവർ പഠിക്കാനേ പോകത്തുള്ളൂ. ഇത് മനസ്സിലാക്കാൻ അമേരിക്കയിൽ പോയി പഠിച്ചിട്ട് വന്ന ഈ അഭിജിത്ത് ദീപ്കയ്ക്ക് ബുദ്ധി പോയില്ല. കാരണം കുട്ടികൾ അടുത്ത ഡേറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോയി. സമരത്തിന് ആര് വരാനാ? നീറ്റ് പരീക്ഷ എഴുതുന്ന കുട്ടികളെയൊക്കെ വിടൂ, രക്ഷിതാക്കളെ നിങ്ങൾ മക്കളെ വിടൂ എന്നൊക്കെ ഇയാൾക്കടന്ന് നിലവിളിച്ചാൽ ഒരൊറ്റ തന്തയും തള്ളയും വിടത്തില്ല. അവരുടെ മക്കൾ പഠിക്കാനാണ്. അവരുടെ മക്കളുടെ പരീക്ഷ മാറ്റിവെച്ചതിലാണ് അവർക്ക് വിഷമം. അത് കൃത്യമായി ചോർച്ചയില്ലാതെ സുതാര്യമായി സത്യസന്ധമായി നടക്കണമെന്ന് മാത്രമാണ് അവർ ആഗ്രഹിച്ചത്. അതിനടുത്ത ഡേറ്റ് വെച്ചു. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഒരുക്കി കേന്ദ്രം അത് വളരെ പ്രശംസനീയമായ വിധം ഒരാക്ഷേപവുമില്ലാതെ നടത്തി. അപ്പോൾ പിന്നെ ഇവരെന്തിനാ സമരം വരുന്നത്? ഇപ്പോൾ നീറ്റ് പരീക്ഷ വീണ്ടും ആ കുട്ടികൾ എഴുതി കഴിഞ്ഞതോടെ അവരുടെ പരാതി തീർന്നു, പരിഹരിക്കപ്പെട്ട ഒരു ഇഷ്യൂ. പിന്നെ ഇത് എങ്ങനെ ചോർന്നു എന്നതിനെക്കുറിച്ച് അന്വേഷണമുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്, അതൊക്കെ കേസ് അതിൻ്റെ വഴിക്ക് പോകും. പരിഹരിക്കപ്പെട്ട ഒരു വിഷയത്തിൻ്റെ പേരിലാണ് ഇവർ സമരം ചെയ്യുന്നത്. ഒരുപക്ഷേ ജൂലൈ 15 കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന ഉണ്ടാവും. അങ്ങനെ ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയേക്കും എന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരാവശ്യപ്പെട്ടു ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ രാജ്യം സ്തംഭിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ഈ അശമരം അങ്ങനെ വരട്ടിയപ്പോൾ എന്താ പിന്നെ മോദി തീരുമാനിച്ചത്? കേന്ദ്രമന്ത്രിസഭ ഇപ്പോൾ പുനഃസംഘടിപ്പിക്കുന്നില്ല, ഇവൻ്റെയൊക്കെ പാറ്റാ സമരത്തിൻ്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ടേ സംഘടിപ്പിക്കുന്നുള്ളൂ എന്നങ്ങ് തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ മന്ത്രിസഭാ ടീം, മോദിയുടെ പുതിയ ടീം വരേണ്ടതായിരുന്നു. അപ്പോൾ ഏതായാലും ധർമ്മേന്ദ്ര പ്രധാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മാറ്റുമോ എന്നെനിക്കറിയില്ല. മാറ്റാൻ തീരുമാനിച്ചിട്ട് മാറ്റാത്തതാണെങ്കിൽ അതിന് അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നത് പാറ്റകളോടാണ്. പാറ്റകളുടെ സമരം ഇന്ന് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും മാർഗമില്ല. രാജ്യവ്യാപകമായ പിന്തുണ കിട്ടും എന്നൊക്കെ പറഞ്ഞു. പാറ്റകൾ കൊച്ചിയിൽ ഒരു ആഹ്വാനം ചെയ്തു, മറൈൻ ഡ്രൈവിൽ ഒത്തുകൂടൂ എന്ന് പറഞ്ഞിട്ട് ഒരു പട്ടിയും വന്നില്ല. സാധാരണ മറൈൻ ഡ്രൈവിലൂടെ ചില ചാവാലി പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാറുണ്ട്. അവരെ പോലും കണ്ടില്ല. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ബാംഗ്ലൂരിൽ സമരം നടത്തി 9 പേരുണ്ടായിരുന്നു, 9 പേര്. ദില്ലിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത് കഷ്ടിച്ച് 100 പേരാണ്. രാത്രി അവിടെ കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു, ഷീറ്റൊക്കെ വിരിച്ചിട്ട്. അതിലിപ്പോൾ പരാതിയും വന്നിട്ടുണ്ട്. പകൽ സമരം ചെയ്യുമ്പോൾ രാത്രി പരിപാടി വേറെയാണ് എന്ന് പറഞ്ഞ് പരാതികളുമായിട്ട് വന്നിരിക്കുന്നു. ഒരു മനുഷ്യാവകാശ പ്രവർത്തക പരാതി കൊടുത്തിട്ടുണ്ട്. അവരാണ് ഈ കഴിഞ്ഞ ദിവസം അഭിജിത്ത് ദീപ്കയുടെ ദേഹത്തേക്ക് മുഖത്തേക്ക് മഷി ഒഴിച്ചത്. ഇതൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ മൂടി വച്ചിരിക്കുക. ഏതായാലും ഈ വെണ്ണ പോലെ കൊഴുത്ത ശരീരവും കൊഴുപ്പുമായി നടക്കുന്ന കുറച്ച് പിള്ളേർക്ക് എന്തൊക്കെ തോന്നലുണ്ടായി എന്ന് വെച്ച് ഒരു പ്രസ്ഥാനമുണ്ടായി, ഇന്ത്യയിലെ സർക്കാരിനെ അങ്ങ് അട്ടിമറിച്ചേക്കാം എന്ന് കരുതി സോറോസിൻ്റെ ഫണ്ടും വാങ്ങി ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ട് ഡൽഹി പോലീസിൻ്റെ ചൂരലിൻ്റെ അടി ദേഹത്ത് കൊണ്ടാൽ എന്ത് സംഭവിക്കുന്നത്. ഏതായാലും സമരം കഴിഞ്ഞിട്ടില്ല. സമരത്തിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് നമുക്കത് കൈമാറാം. പാറ്റകൾ പാറിപ്പോയി. ദില്ലി പോലീസ് അടിച്ചോടിച്ചു. വടി വീശിയതേ ഉള്ളൂ, അടിച്ചോടിക്കേണ്ടി വന്നു. വടി വീശിയപ്പോഴേ പാറ്റകൾ പാറിപ്പോയി. അമിത്ഷായുടെ തന്ത്രത്തിന് മുന്നിൽ നിവർന്നു നിൽക്കാനുള്ള ശേഷി ഈ പാറ്റ കുഞ്ഞുങ്ങൾക്കുണ്ടോ? നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.